ബിഗ് ബോസ് ലൈവിൽ അപ്പം ജാസ്മിനും റസ്മിനും സംസാരിക്കുന്നുണ്ട്. റസ്മിൻ ചോദിക്കുന്നത് കേട്ടിട്ട് ജാസ്മിൻ ഞെട്ടുകയാണ്. ഇത്രയും ദിവസം കഴിഞ്ഞ് ഗബ്രി പോയി കഴിഞ്ഞപ്പോഴാണ് റസ്മിൻ ചെന്നിട്ട് ഇന്ന് ജാസ്മിനോട് ചോദിക്കുന്നത് നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളത്. എന്ത് പ്രീ പ്ലാൻഡ്, നീ എന്ത് കാര്യമാണ് ചോദിക്കുന്നത് എന്നാണ് ജാസ്മിൻ റസ്മിനോട് ചോദിക്കുന്നത്. അപ്പൊ റസ്മിൻ പറയുന്നുണ്ട്, ഇല്ല ഇവിടെ നീയും ഗബ്രിയുമായിട്ടുണ്ടായിരുന്നതൊക്കെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ നീ ആ സാഹചര്യം പറയാനൊക്കെയാണ് അപ്പൊ ജാസ്മിൻ പറയുന്നത്. മൊത്തത്തിൽ നിങ്ങൾ കൂട്ടുകൂടിയിരിക്കും, പിന്നെ നാളെ വഴക്കുണ്ടാക്കും, പിന്നെ നിങ്ങൾക്ക് അറിയാം, പിന്നെ നിങ്ങൾ വീണ്ടും കൂട്ടുകൂടും. നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരുന്ന രീതിയും ആ സാഹചര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിരുന്നോ എന്ന് ചോദിക്കുവാണ്. അപ്പൊ ജാസ്മിൻ പറയാണ്, എന്റെ റസ്മിനെ നീ ഇത് ചോദിക്കുമ്പോഴുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ആകെ വിഷമമാവുകയാണ്. നിനക്ക് 1% ഡൗട്ട് ഉള്ളൂങ്കിൽ പോലും അത് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുന്നതെന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല, നീ എന്താ ഇത് ചോദിക്കാൻ കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ചെറിയൊരു ഇത് തോന്നി, പക്ഷെ എന്നോട് വേറൊരാൾ പറഞ്ഞു. പിന്നെ എനിക്ക് ആദ്യം അത്ര ഒന്നും തോന്നിയില്ല, ചെറിയൊരു ഇത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്കതിങ്ങനെ ഇട്ടിട്ട് തന്ന് പിന്നെ അത് വലിയൊരു സംഭവമായി. പിന്നെ ഞാൻ ആലോചിച്ച് ഓരോന്ന് ഓർത്ത് കഴിയുമ്പോൾ അങ്ങനെയൊക്കെയാണെന്ന് എനിക്കും തോന്നി എന്നുള്ള രീതിയിലാണ് റസ്മിൻ അത് പറയുന്നത്. ഇത് ഞാനിനി നിന്നോട് ചോദിച്ചില്ലെങ്കിൽ അതെന്റെ മനസ്സിൽ ഇങ്ങനെ കരടായിട്ട് കിടക്കുമെന്നൊക്കെയുള്ള രീതിയിലാണ് റസ്മിൻ അവിടെ സംസാരിക്കുന്നത്. ജാസ്മിൻ ചോദിക്കണം ആരാണ് പറഞ്ഞതെന്ന് കുറെ പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ റസ്മിനോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അപ്സര പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നോറ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അഭിഷേക് ശ്രീകുമാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലരും ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗബ്രിയും ജാസ്മിനും പ്രീ പ്ലാൻഡ് ആണെന്ന് നിനക്ക് കണ്ടറിയാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ അഭിഷേക് ശ്രീകുമാറൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജാസ്മിനോട് പറയുന്നത് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് അത്രയ്ക്കും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളൊന്നും അല്ല, എന്നാലും എനിക്ക് പിന്നെ ഇങ്ങനെ ഇട്ട് തന്നപ്പോൾ എനിക്കും അങ്ങനെ തോന്നി എന്നൊക്കെ പറയാം. ജാസ്മിൻ പറയുന്നുണ്ട്, ഈ ബന്ധം ഇത് ഇങ്ങനെയുള്ള ഒരു ബന്ധമാണ്, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ബിഗ് ബോസ് തന്നെ പോവാൻ നേരത്ത് കാണിച്ചു തന്ന വീഡിയോയ്ക്ക് മുമ്പ് ബിഗ് ബോസ് തന്നെ പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്നിട്ട് ഫ്രണ്ട്സായി, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബന്ധം വളർന്നു എന്നൊക്കെ തന്നെയാണ്. എല്ലാത്തിലും ഞാൻ വന്ന് പറയാറുള്ള നിനക്ക് പോലും ഇതൊന്നും മനസ്സിലായില്ലല്ലോ റസ്മിനെ, അത് ഓർത്തിട്ടാണ് എനിക്ക് വളരെ വിഷമം. പ്രീ പ്ലാന്റ് ചെയ്തായിരുന്നു ഞാൻ വന്നിരുന്നെങ്കിൽ എൻ്റെ പുറത്തുള്ള റിലേഷനും പോകില്ലായിരുന്നു, അതുമാത്രമല്ല എൻ്റെ വീട്ടുകാരും ഇങ്ങനെ കരയില്ലായിരുന്നു എന്നും ജാസ്മിൻ പറയുന്നുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് വരാമായിരുന്നു, എനിക്കും ഗബ്രിക്കും അള്ളാക്കും അറിയാം ഈ കാര്യങ്ങൾ എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത്. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.